Hi everyone, welcome to Biology Tutor. Today we are going to discuss about canning. Today is the day 3 of crash course. ഇവിടെ കാനിങ്ങിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. Canning is a method of preserving food in which the food contents are processed and sealed in an airtight container. Jars like mason jars, steel and tin cans. അപ്പോൾ കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാനിങ് എന്ന് പറഞ്ഞാൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫുഡ് സൂക്ഷിക്കുക, ഒരുപാട് കാലത്തേക്ക് വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാനിങ് നടത്തുന്നത്. വിദേശ രാജ്യം യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവരെന്താണ് കാൻഡ് ഫുഡ്സ് ആണ് അവർ കഴിക്കുക. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടത്തിലാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് എന്ത് ചെയ്യും അവര് പറയണത് എന്താ വെച്ചാൽ, വെറുതെ എന്തിനാണ് നമ്മൾ സമയം കളയണത്, ഭക്ഷണം ഉണ്ടാക്കി സമയം കളയണത്, അതിന് പകരം ഒരു 10 മിനിറ്റ് നേരം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയം 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ എന്തിനൊക്കെ കളയുന്നത് ആണ് അവരുടെ പോളിസി, ആണ് അവർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാനിങ് പ്രൊവൈഡ്സ് എ ഷെൽഫ് ലൈഫ് ടിപ്പിക്കലി റേഞ്ചിങ് ഫ്രം 1 to 5 years. അപ്പോൾ 1 മുതൽ 5 കൊല്ലം വരെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കാനിങ്ങിന്റെ ഷെൽഫ് ലൈഫ് ഉണ്ടാവും. ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. Although under specific circumstances it can be much longer. Canning also called appertization. കാനിങ്ങിന് വേറൊരു പേരുണ്ട്, എന്താണ്? അപ്പർട്ടൈസേഷൻ എന്നാണ് പറയാ. അത് ആരാണ് ഇൻവെന്റ് ചെയ്തത്? നിക്കോളാസ് എപ്പേർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇൻവെന്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് കാനിങ്ങിന് അപ്പർട്ടൈസേഷൻ എന്ന അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് അപ്പർട്ടൈസേഷൻ എന്ന് കൂടി നമ്മൾ പറയും. ഫ്രഷ് ഫുഡ് സ്പോയിൽ ഓർ ലോസ് ദെയർ ക്വാളിറ്റി ഫോർ സെവറൽ റീസൺസ്. എങ്ങനെയാണ് സാധാരണ ഒരു ഫ്രഷ് ഫുഡ് എങ്ങനെയാണ് ക്വാളിറ്റി നശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നത്? എങ്ങനെയാണ്? പല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി നശിച്ചു പോകുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രോത്ത് ഓഫ് അൺഡിസൈറബിൾ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, മോൾഡ്സ് ആൻഡ് ഈസ്റ്റ്. ഇതൊക്കെയാണ് ബാക്ടീരിയ, മോൾഡ്സ് ആൻഡ് ഈസ്റ്റ്. പിന്നെന്താണ്? ആക്ടിവിറ്റി ഓഫ് ഫുഡ് എൻസൈംസ്. അതിലുള്ള എൻസൈംസ്, ആ എൻസൈംസ് എന്ത് ചെയ്യും? ഫുഡിലുള്ള എൻസൈംസ് തന്നെ അത് കേടുവരുത്തും. റിയാക്ഷൻസ് വിത്ത് ഓക്സിജൻ, ഓക്സിജനുമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനം മൂലം ഉണ്ടാവും. പിന്നെന്താ? മോയ്സ്ചർ ലോസ്, നമുക്കറിയാം ഉള്ള മോയ്സ്ചർ നഷ്ടപ്പെട്ടാൽ നശിച്ചു പോകും. ഇത്ര 4 കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യും? ഫുഡ് നശിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഹൗ കാനിങ് പ്രിസർവ്സ് ഫുഡ്സ്. എങ്ങനെയാണ് കാനിങ് ഫുഡ് പ്രിസർവ് ചെയ്യുന്നത് അല്ലെ? കാനിങ് കൊണ്ട് എന്താണുള്ള ഗുണം? കണ്ടെയ്നേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ കാനിങ്. കാനിങ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നേഴ്സ് അല്ലെ, പുറത്തുള്ള യാതൊരു ബന്ധവും ഉണ്ടാകുമ്പോൾ അറ്റ്മോസ്ഫിയറുമായിട്ട് ഈ കാര്യങ്ങൾ ഇതിനു മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ 4 കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും ഫുഡ്. അതിനാണ് കണ്ടെയ്നേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ. കണ്ടെയ്നേഴ്സ് എന്ന സീൽഡ് കണ്ടെയ്നേഴ്സ് ആണ്. അതാ പറഞ്ഞത് ഹെർമെറ്റിക്കലി സീൽ എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഹെർമെറ്റിക്കലി സീൽ എന്ന് പറഞ്ഞാൽ എയർ ടൈറ്റ് ആക്കി വെക്കണം എന്ന് അർത്ഥം. ചെയ്ത് കഴിഞ്ഞാൽ എന്താ? എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ടാകില്ല. അതായത് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കാനിങ് മസ്റ്റ് ബി ഇംപെർമിയബിൾ വാട്ടർ, വേപ്പർ, ഗ്യാസ് ആൻഡ് അതർ ലിക്വിഡ്സ്. എന്ത് വേണം? വാട്ടർ, വേപ്പർ, ഗ്യാസും അതർ ലിക്വിഡ്സ് അതിലേക്ക് ഇറങ്ങാത്ത രീതി സീൽ ചെയ്യണം. ബയോളജിക്കൽ സ്റ്റെബിലിറ്റി വിൽ ബി ഇൻഡ്യൂസ്ഡ് ബൈ ദ തെർമൽ പ്രോസസ് അലോൺ ഓർ ഇൻ കോമ്പിനേഷൻ അതർ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സസ്. ബയോളജിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം, കാരണം മൈക്രോബ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല. ബയോളജിക്കൽ സ്റ്റേബിൾ ആക്കണം ഫുഡ്. പിന്നെന്താ? ഫിസിക്കലി പ്രൊട്ടക്ട് ദ കണ്ടന്റ്സ് അഗൈൻസ്റ്റ് ഡാമേജ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ ചെയ്ത് സീൽ ചെയ്തതിനു ശേഷം ഉപഭോക്താവിൽ എത്തുന്നത് വരെ എന്ത് വേണം? അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ള സംവിധാനങ്ങൾ വേണം. ട്രാൻസ്പോർട്ടേഷനിൽ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. സ്റ്റോറേജ്, കൂടുതൽ കാര്യങ്ങൾ സ്റ്റോറേജ് സംവിധാനം വേണം. പിന്നെ എന്ത് വേണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അവരെ കേട് വരാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ കാനിങ്. കാനിങ്ങിന്റെ മെറ്റീരിയൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് കാനിങ്ങിന് യൂസ് ചെയ്യുക? സാധാരണ വൈഡ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആർ യൂസ് ഫോർ കാനിങ്. ഇതൊക്കെയാണ്. ബട്ട് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ആണ് എന്ത് ചെയ്യുക? ഏറ്റവും നല്ല മോസ്റ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഏതാണ്? സ്റ്റീൽ കണ്ടെയ്നേഴ്സ്. പിന്നെ ഏതാ? ടിൻ പ്ലേറ്റ്, ടിൻ ഫ്രീ സ്റ്റീൽ ആൻഡ് നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ കോട്ടഡ് വിത്ത് എ വെരി തിൻ ഫിലിം ഓഫ് ടിൻ ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മാനുഫാക്ചർ മെറ്റൽ ഫുഡ് കാൻസ്. ഞാൻ പറഞ്ഞ മാതിരി സ്റ്റീലാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ടിൻ പ്ലേറ്റ് യൂസ് ചെയ്യും, ടിൻ ഫ്രീ സ്റ്റീൽ യൂസ് ചെയ്യും, ആൻഡ് നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ കോട്ടഡ് വിത്ത് തിൻ ഫിലിം ഓഫ് ടിൻ ഒക്കെ യൂസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് എമൗണ്ട് ഓഫ് ടിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ്? നമുക്ക് തോന്നിയ മാതിരി ഉപയോഗിക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഏതാണ്? എമൗണ്ട് ഓഫ് ടിൻ യൂസ് ബീങ് ഓൺലി അബൌട്ട് 1.5% നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ കാനിന്റെ വെയിറ്റിന്റെ 1.5%. ആൻഡ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ മോർ ദാൻ 1% ലെഡ്. ലെഡ് കണ്ടമാനം യൂസ് ചെയ്യാൻ പാടില്ല. ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ലെഡഡ് പെട്രോളിൽ ഇതേമാതിരി ലെഡ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ പെട്രോൾ അൺലെഡഡ് പെട്രോൾ അപ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ ലെഡ് എന്താണ്? പോയിസണസ് ആണ്. അതുകൊണ്ട് വളരെ 1% മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
It is used to prevent rusting. Rusting ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്. ഗാൽവനൈസ്ഡ് അയൺ ഒക്കെ കേട്ടിട്ടില്ലേ? അതുമായിട്ട് ബന്ധമുണ്ട് ഇതില്ലേ? ഗാൽവനൈസേഷൻ നടത്തും. അതുപോലെ തന്നെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യും. ടു പ്രിവെന്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മീറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ദ മെറ്റൽ cans are coated on the inside with an organic material. Can ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു ഓർഗാനിക് മെറ്റീരിയൽ കോട്ട് ചെയ്യും. The two general kinds of organic coatings are used in the food industry. ഏതൊക്കെ രണ്ട് ടൈപ്പ് കോട്ടിങ് ക്യാൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഈ നിറയ്ക്കുന്ന ഫുഡും ആ മെറ്റലും ഇന്ററാക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആസിഡ് റെസിസ്റ്റന്റ്, സൾഫർ റെസിസ്റ്റന്റ് രണ്ടെണ്ണം യൂസ് ചെയ്യുക ഓർഗാനിക് കോട്ടിങ്സ്. പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് ഇന്നർ സൈഡ് ഓഫ് ദ ക്യാൻ prevent discoloration of the product is called as lacquering. എക്സാമിന് ചോദിക്കലുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്താണ് ലാക്വറിങ്? എന്താണ് ലാക്വറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ സൈഡ് ഓഫ് കണ്ടെയ്നർ അല്ലെ ക്യാൻ എന്ത് ചെയ്യും? കോട്ടിങ് ചെയ്യും അല്ലെ? അതുകൊണ്ട് ദ പ്രോസസ് ഓഫ് കോട്ടിങ് ദ ഇന്നർ സൈഡ് ഓഫ് ക്യാൻ അതാണ് ലാക്വറിങ്. ലാക്വറേഴ്സ് ഇൻക്ലൂഡ് ഒലിയോ റെസിനസ് മെറ്റീരിയൽ. ഒലിയോ റെസിൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സിഗ്മാക് ഓയിൽസ് പോലുള്ള കമ്പനികളുണ്ട്. സിന്തൈറ്റ് എന്ത് ചെയ്യും? സിന്തൈറ്റ് സാധാരണ ഒലിയോ റെസിൻസ് എടുക്കും. പ്ലഗ്, ഗ്രാമ്പു അതിനൊക്കെ എന്ത് ചെയ്യും? അതിന്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതാണ് ഒലിയോ റെസിൻസ്. ലാക്വേഴ്സ് പറഞ്ഞാൽ ലാക്വേഴ്സ് നമ്മൾ പറഞ്ഞ ലാക്വേഴ്സിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഒലിയോ റെസിനസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. എന്ത് ചെയ്യും? സിന്തറ്റിക് റെസിൻസ് യൂസ് ചെയ്യും. ഫിനോളിക് റെസിൻസ് യൂസ് ചെയ്യും. ഇപ്പോക്സി റെസിൻസ് ആൻഡ് വിനൈൽ റെസിൻസ് ഇതൊക്കെ എന്ത് യൂസ് ചെയ്യും? ലാക്വറിങ്ങിന് യൂസ് ചെയ്യും. ആസിഡ് റെസിസ്റ്റന്റ് കോട്ടഡ് ക്യാൻസ് ആർ യൂസ്ഡ് പ്രൈമർലി ഫോർ ഫ്രൂട്ട്. ഫ്രൂട്ടിന് എന്ത് ചെയ്യും? ഫ്രൂട്ടിന് കേസിൽ എന്താ യൂസ് ചെയ്യുക? ആസിഡ് റെസിസ്റ്റന്റ് കോട്ടഡ് ആണ് യൂസ് ചെയ്യുക. Meat products are generally packed in cans that have been lined with sulfur resistant materials. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രൂട്ട്സിന് ഏതാ യൂസ് ചെയ്യുക? ആസിഡ് റെസിസ്റ്റന്റ് കോട്ടഡ് ആണ്. മീറ്റിന് എന്ത് യൂസ് ചെയ്യും? സൾഫർ റെസിസ്റ്റന്റ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടെയ്നേഴ്സ്. സ്റ്റീൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ആണുള്ളത്? എനിക്കൊരു കാര്യം വേണ്ട യൂസ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ചോയ്സ് നമ്മൾ എടുക്കാൻ കാരണം? ഇറ്റ് ഹാസ് എ ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ്. ഹീറ്റ് കണ്ടക്ടിവിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് കനോട്ട് ഈസിലി ബി ബ്രോക്കൺ. പൊട്ടിപ്പോവില്ല. ബീങ് ഒപ്പാക് എനി പോസിബിൾ ബാഡ് എഫക്ട്സ് ഓഫ് ലൈറ്റ് ഓൺ ഫുഡ് സ്റ്റഫ്സ് ആർ അവോയ്ഡഡ്. ലൈറ്റ് കയറില്ല. ലൈറ്റ് കെട്ടിട്ട് കേടുന്ന എന്ത് ചെയ്യുക? പ്രശ്നങ്ങളില്ല. ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദ സ്ട്രെസ്സസ് ഇമ്പോസ് ഡ്യൂറിങ് തെർമൽ പ്രോസസിംഗ് ആൻഡ് കൂളിംഗ്. സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. Able to withstand the subsequent handling, which include transportation, storage and distribution. നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്താണ്. അതർ മെറ്റീരിയൽസ് യൂസ്ഡ് അലൂമിനിയവും പ്ലാസ്റ്റിക്കും ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് മെറ്റൽ ക്ലോഷേഴ്സ് ആർ ഓൾസോ യൂസ്ഡ്. അപ്പോൾ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സാധാരണ സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാൻ കാരണം. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഗ്രൂപ്പ്സ്? ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് MCQ എക്സാംസിന്. ഏതൊക്കെയാണ് ഫുഡ് ഗ്രൂപ്പ്സ് ഉള്ളത്? ലോ ആസിഡ് ഫുഡ്സ്, ആസിഡ് ഫുഡ്സ് ആൻഡ് ഹൈ ആസിഡ് ഫുഡ്സ്. അങ്ങനെ 3 തരത്തിലെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലോ ആസിഡ് ഫുഡ്സിന്റെ പ്രത്യേകത എന്താ? 4.6 to 6.9 വരെയുള്ള pH റേഞ്ച് ഉള്ളതിനെയാണ് എന്താ പറയാ? ഇൻ ബിറ്റ്വീൻ 4.6 to 6.9 ലോ ആസിഡ് ഫുഡ്സ്. ഏതൊക്കെയാ വരിക? എക്സാമ്പിൾ ഏതൊക്കെയാ? മീറ്റ്, ഫിഷ്, പോൾട്രി, ഡയറി fall into a pH range of 4.6 to 6.9. About this large group is commonly referred to as the low acid groups. The acid foods എന്ന് പറഞ്ഞാൽ എന്താ? pH വാല്യൂ pH റേഞ്ച് എത്ര വരിക? 3.6 4.6, in between 3.7 and 4.6. Fruits such as pear, oranges, apricots and tomatoes fall in this class. Okay, pear വരും, ഓറഞ്ചും ആപ്രിക്കോട്ടും ടൊമാറ്റോസ് ഒക്കെ ഇതില്ല വരിക. അതായത് ഹൈ ആസിഡ് ഫുഡ്സ്. ഹൈ ആസിഡ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ 3.7, in between 2.3 and 3.7. ഏതൊക്കെയാ വരിക? ജാംസ്, ജെല്ലീസ് ഇതൊക്കെ അതിലാണ്. പിക്കിൾഡ് പ്രൊഡക്ട്സ്, ഫെർമെന്റഡ് ഫുഡ്സ് ഒക്കെ ഇതിലാണ് വരിക? ഹൈ ആസിഡ് ഫുഡ്സിലാണ് വരിക. അപ്പൊ MCQ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ചോദിക്കുക, ഏത് ഫുഡാണ്? ടൊമാറ്റോസ് ഇതിലാ വരിക, അതായത് ആപ്രിക്കോട്ട്, അല്ലെങ്കിൽ ഓറഞ്ചസ് ഇതിലാ ഒരു ആസിഡ് ഫുഡ്സ് ആണ്. അവന് പോൾട്രി ചോദിച്ചാൽ ലോ ആസിഡ് ഫുഡ്സ് ആണ്. അതുപോലെ തന്നെ ജാംസ്, ജെല്ലീസ് ചോദിച്ചാൽ ഹൈ ആസിഡ് ഫുഡ്സ്. നെക്സ്റ്റ് ഒരു MCQ സോൾവ് ചെയ്യാം. Clostridium botulinum can be observed in dash types of foods: high acid foods, low acid foods, above pH 4.6, both B and C. Answer D, both B and C. ഞാൻ ഉണ്ടാക്കിയപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്തതാണ് ലോ ആസിഡ് ഫുഡ്സ് ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം,
above pH 4.6 കൂടി ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടിയാണ് ആൻസർ. ലോ ആസിഡ് ഫുഡ്സിന്റെ ക്രൈറ്റീരിയ 4.6 കൂടി ഉള്ളതാണ്. അതുകൊണ്ട് ലോ ആസിഡ് ഫുഡ്സ് ബി ആൻഡ് സി ആണ് അതിന്റെ ആൻസർ. അപ്പോൾ ആൻസർ എന്താ? ഡി, ബോത്ത് ബി ആൻഡ് സി. ഡി വാല്യൂ ഓർ ഡെസിമൽ റിഡക്ഷൻ ടൈം ചോദിക്കലുണ്ട്, ഇങ്ങനെ തന്നെ എടുത്ത് ചോദിക്കലുണ്ട്. ഡി വാല്യൂ ഓർ ഡെസിമൽ റിഡക്ഷൻ ടൈം എന്താണ് ഡി വാല്യൂ? ഡി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ റിഡക്ഷൻ ടൈം ഈസ് ഡിഫൈൻഡ് ദ ടൈം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഫോർ സർവൈവിംഗ് പോപ്പുലേഷൻ be produced by one log cycle, that is 90%. അപ്പോൾ 90% ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് 90% ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അല്ലെ? സമയം ഇത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിന്റെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞു വരും. അപ്പോൾ ആ ടെമ്പറേച്ചർ 90% റിഡക്ഷൻ വേണം. ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് എന്ത്? ഡി വാല്യൂ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഡി വാല്യൂസ് applies is indicated by a subscript. Example D65. 65 65 ഡിഗ്രി സെൽഷ്യസിലാണ് മൈക്രോ D65 എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം 65 ഡിഗ്രി സെൽഷ്യസിൽ 90% നശിപ്പിക്കപ്പെടും. അതാണ് വലിയ പോപ്പുലേഷൻ സൈസ് അത്ര കുറയും. അതാണ് D65 കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതൊക്കെ വെജിറ്റേറ്റീവ് ഓർഗാനിസംസ് അതിന്റെ ഡി വാല്യൂ മീൻസ് D65 സാൽമോണല്ല Stenberg D65 0.8 to 1 minutes. അതുപോലെ തന്നെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് D65 0.2 minutes. ഈക്വളൈ D65 0.1 minutes. എല്ലാത്തിൻ്റെയും ചാർട്ടാണ് ഈ കാണിച്ചത്. ഇത് MCQS ചോദിക്കലുള്ളതാണ്. ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ നല്ലതാവും. നെക്സ്റ്റ് വൺ Z value. Z value എന്ന് പറഞ്ഞാൽ എന്താ? Z value is defined as a number of degrees സെൽഷ്യസിലാവാൻ ഫാരൻഹീറ്റിലാവും required to change D value by 1 factor of 10. അല്ലെ D value 1 factor of 10 ആക്കുന്നതിന് വേണ്ടിയുള്ള ടെമ്പറേച്ചർ ആണ് കേട്ടോ. നമ്പർ ഓഫ് ഡിഗ്രീസ് required to change D value by 1 factor of 10. എക്സാമ്പിൾ പറഞ്ഞാൽ if the Z value of a population is 10 degree, പോപ്പുലേഷന്റെ Z value 10 ഡിഗ്രി ആണെന്ന് വിചാരിക്കൂ. And the increasing the sterilization temperature 10 degrees will result in a log reduction of D value. അതാണ് എന്ത്? Z value പറ്റിയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വൺ ജനറലി സൈക്കോട്രോപ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. എക്സാം എഴുതുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവണം. ജനറലി സൈക്കോട്രോപ്സ് ആർ ലെസ് ഹീറ്റ് റെസിസ്റ്റന്റ്. അപ്പൊ സൈക്കോട്രോപ്സ് എന്ന എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ചോയ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ബാക്കി അല്ല കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റും. ജനറലി സൈക്കോട്രോപ്സ് ആർ ലെസ് ഹീറ്റ് റെസിസ്റ്റന്റ് ദാൻ മീസോഫൈൽസ് which are less heat resistant than thermophiles. Gram positives are more heat resistant than gram negative. General ആയിട്ട് എന്താ പറയാ? gram positives are more heat resistant than gram negatives. Most vegetative cells are killed almost instantaneously at 100 degree Celsius. അതുകൂടി ഓർമ്മയിൽ ഉണ്ടാവുക. സാധാരണ വെജിറ്റേറ്റീവ് സെൽസ് ഒക്കെ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇന്നലെ പാസ്ചറൈസേഷൻ പറയുമ്പോൾ വിട്ടുപോയ കാര്യമാണ്, ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയതാണ്. തെർമോഡ്യൂറിക് ബാക്ടീരിയ എക്സാമിന് ചോദിക്കാനുള്ളതാണ്. തെർമോഡ്യൂറിക് ബാക്ടീരിയ എന്താണ്? തെർമോഡ്യൂറിക് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ വെച്ചാല് ലോങ് ടെമ്പറേച്ചറിൽ, വേരിയിങ് ടെമ്പറേച്ചറിൽ, താഴെയുള്ളതും കുറച്ച് ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ കൂടി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. വിച്ച് ക്യാൻ സർവൈവ് ടു വേരിയിങ് എക്സ്റ്റെൻസ് ഓഫ് ദി പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ 2-3 ടൈപ്പ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അത് മുഴുവൻ അതിജീവിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്ടീരിയയാണ് തെർമോഡ്യൂറിക് ബാക്ടീരിയ. Species of bacteria which are thermoduric include, example ചോദിക്കാനുള്ള Bacillus, Clostridium, Enterococci. Pasteurization kills heat-resistant tubercle bacilli and Q fever microorganisms. It does not kill thermoduric bacteria and spores. അത് ഓർമ്മ ഉണ്ടാവണം. അപ്പൊ ഒരു എക്സാമിന് ചോദിക്കാന്ന് വിചാരിച്ചുള്ളൂ, പാസ്ചറൈസേഷൻ വഴി നശിപ്പിക്കാൻ പറ്റാത്ത ബാക്ടീരിയ. എക്സാമ്പിൾ ചോദിക്കുന്നത് തെർമോഡ്യൂറിക് ബാക്ടീരിയകളുണ്ട്, പിന്നെ അതിന്റെ സ്പോർസും. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ കാനിങ്. കാനിങ്സിലെ മെത്തേഡ്സ് ഏതൊക്കെ ടൈപ്പ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും? ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡ്. ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ബോയിലിംഗ് വാട്ടർ ബാത്ത് മേ ബി യൂസ്ഡ് ടു പ്രോസസ് ഹൈ ആസിഡ് ഫുഡ്സ്. ഹൈ ആസിഡ് ഫുഡ്സ് ആണ് സാധാരണ എന്ത് ചെയ്യുക? ഈ രീതിയിൽ ചെയ്യുക. ദീസ് ഫുഡ്സ് ക്യാൻ ബി സേഫ്ലി പ്രോസസ്ഡ് അറ്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്, 100 degree Celsius. Boiling water bath canner is recommended for canning fruits, tomatoes, foods with added vinegar and fermented foods, jams, butters, marmalades,
etc. are also processed in the water bath canner. The boiling water bath method അതിൽ എന്താ ചെയ്യുക ഏതൊക്കെയാണ് ടെമ്പറേച്ചർ എത്രയാ 212 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഏതൊക്കെയാ അതിൽ സാധാരണ യൂസ് ചെയ്യുക ഹൈ ആസിഡ് ഫുഡ്സ് ആണ് പിന്നെ വേറെ ഏതൊക്കെയാ അതിലേക്ക് ഉപയോഗിക്കുക ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് canning fruits tomatoes പിന്നെ the jams butter marmalades so processed in the water bath canner. The steam pressure canner method. എന്താണ് steam pressure canner method? What is steam pressure canner method? A steam pressure canner is used to process foods under pressure at a temperature of 240 degree Fahrenheit, 116 degree Celsius. This is the only reliable method to safely process low acid foods. Low acid foods ന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക steam pressure canner method യൂസ് ചെയ്യുക ഓർമ്മ ഉണ്ടാവണം തെറ്റാൻ പാടില്ല ഹൈ ആസിഡ് ഫുഡ്സ് ആണ് പറഞ്ഞത് മെത്തേഡ്സ് ടു അവോയ്ഡ് ഓപ്പൺ കെറ്റിൽ മെത്തേഡും ഓവൻ മെത്തേഡും എന്ത് ചെയ്യുക നമ്മൾ അവോയ്ഡ് ചെയ്യണം കാനിങ്ങിൽ കാരണം ഓപ്പൺ കെറ്റിൽ മെത്തേഡ് നമ്മൾ സാധാരണ ഇതിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ചൂടാക്കി എടുത്തിട്ട് നിറയ്ക്കുക ക്യാൻ അതൊക്കെ നമുക്ക് സാധാരണ യൂസ് ചെയ്യാം ഓവൻ മെത്തേഡ് ഓവനിൽ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് പ്ലാൻ ചെയ്യുക അതൊക്കെ എന്താണ് ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മെത്തേഡാണ് ഈ രണ്ട് മെത്തേഡുകൾ മാത്രമാണ് എന്ത് ചെയ്യുക നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ കാനിങ്ങിൽ. Immediately after processing, the cans are cooled in water to a temperature of 36 degree to 42 degrees Celsius to avoid thermophilic spoilage. Thermophilic spoilage ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 36 to 42 degrees Celsius താഴ്ത്തും അതിന്റെ ടെമ്പറേച്ചർ. Or can rest. If the cans are cooled much below 36 degrees Celsius, they may not dry thoroughly and rusting will result. If the cans are placed at temperature much over 42 degrees Celsius, thermophilic spoilage may occur. 42 degrees Celsius above ചെയ്യാൻ പാടില്ല. Only potable water as defined in international standards of drinking water (WHO) should be used in food handling or as ingredients. World Health Organization സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ വെള്ളം മാത്രമേ ഇതിന് പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 42 ഡിഗ്രിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് തെർമോഫിലിക് ബാക്ടീരിയ ആക്ട് ചെയ്യും അതും ഓർമ്മയിലുണ്ടാവണം. ഇതാണ് എന്ത് ചെയ്യുക സാധാരണ ഒരു കാനിങ് പ്രോസസ്സിലുള്ള കാര്യങ്ങൾ. ഫിഷ് റിസപ്ഷൻ ഫിഷിന്റെ കേസിലാണ് ഫിഷ് റിസപ്ഷൻ ബ്രൈൻ എന്താ ഹെഡ് ആൻഡ് വിസറൽ റിമൂവൽ വാഷിംഗ് ബേക്കിംഗ് കാനിങ് സോസ് ഫിൽറ്റർ ഹീലിംഗ് വാഷിംഗ് സ്റ്റെറിലൈസേഷൻ ഇതൊക്കെയാണ് ഇതിന്റെ കാനിങ്ങിന്റെ പ്രോസസ് ഓവറോൾ പ്രോസസ്. ഓരോ ഫുഡും ഓരോ രീതിയിലാണ് ചെയ്യുക മീറ്റും ഫിഷും വേറെ വെജിറ്റബിൾ വേറെ അങ്ങനെ. ഇതെന്താ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റിലാണ് സാധാരണ അത് ജസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മീറ്റ് പോൾട്രി ആൻഡ് ലോ ആസിഡ് ഫുഡ് വെജിറ്റബിൾ 240 ആണ് അതിന്റെ എന്ത് ഫാരൻഹീറ്റിൽ. പിന്നെ ഇവിടെ കാണാം 165 prime foods danger zone rapid growth of bacteria yeast and molds danger zone 40 to 140 ലാണ് ഇത് കാണുക. എന്താ വാർമിംഗ് ടെമ്പറേച്ചർ പ്രിവെന്റ് ഗ്രോത്ത് ബട്ട് മേ അലോ സർവൈവൽ ഓഫ് സം മൈക്രോ ഓർഗാനിസം ഇതിലാണ് 140 to 165. and 70 between 50 and 70 ശ്രദ്ധിക്കൂ ഇതിലെന്താ ബെസ്റ്റ് സ്റ്റോറേജ് ടെമ്പറേച്ചേഴ്സ് ഫോർ canned and dried food അതാണ് 50 to 70 ഫാരൻഹീറ്റ്. പിന്നെ ആവറേജ് റൂം ടെമ്പറേച്ചർ എത്രയുണ്ടാവുക 60 to 80 ഇതാണ് ഇതിന്റെ കേസിൽ പറയാനുള്ളത്. അടുത്തൊരു MCQ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡ് ഇൻ ദ ലോ ആസിഡ് ഫുഡ്? പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ് മാനുഫാക്ചർഡ് ഐറ്റംസ് ഫ്രൂട്ട്സ് ജാംസ് ആൻഡ് ജെല്ലീസ്. ആൻസർ ഏതാ? പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ്. ലോ ആസിഡ് ഗ്രൂപ്പിന്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ എന്താ? പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ് ഫാൾ അണ്ടർ ദ ലോ ആസിഡ് ഗ്രൂപ്പ്. അത് ഓർമ്മയിൽ ഉണ്ടാവണം. പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ് ഏതാണ്? ലോ ആസിഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. MCQ ചോദിക്കലുള്ളതാണ്. മാനുഫാക്ചർഡ് ഐറ്റംസ് ആർ മീഡിയം അസിഡിക്. Fruits are acidic and jams and jellies are highly acidic. Which of the following is true about corn? All corn is called Lyhomini. It is the only food product with above 7 in pH, natural occurring. When the lye is washed away, the alkalinity reduces. All the above answer. Hominy is a food produced from dried maize, normal kernels, and have been treated with an alkali. A process called nixtamalization. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. Nixtamalization എന്താ? Hominy of a fruit produced from maize and kernels that have been treated with alkali. അത് ആ പ്രോസസ്സിന് എന്താ പറയാ? Nixtamalization. Next one.
Which of the following is true about Clostridium botulinum? Mesophilic, spore forming, anaerobic, all of the above mentioned. All of the above. D ആണ് അതിന്റെ ആൻസർ. Mesophilic ആണ്, spore forming ആണ്, anaerobic ആണ്. Which of the following spore forming bacteria may lead to overcooked and degraded canned food? Mesophiles, psychrophiles, thermophiles, all of the mentioned. ഏതാണ് thermophiles? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ 2 സ്ലൈഡ് മുമ്പ് പറഞ്ഞതാണ്. Next one, hydrogen swell of canned food is due to imperfection of canning and lacquering, high storage temperature, increased acidity of food, all the above. 3 കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവും? ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ സ്വെൽ ഉണ്ടാവും. Next one, thermophilic flat source spoilage is due to storing conditions, temperature, equipment or ingredients. Equipments or ingredients ആണ് എന്ത് ചെയ്യുക? ഫ്ലാറ്റ് സോർ ഉണ്ടാക്കുക. thermophilic flat sour സോഴ്സ് ഏതാണ്? equipments or ingredients. Answer C. Next, 2 statement ആണ്. Thermophilic flat source spoilage generally doesn't take place at home. Thermophilic flat source spoilage has one difficulty, that there is only formation of acids and no gas leaks. True ആണോ false ആണോ എന്നുള്ളതാണ്. 2 സെന്റൻസ് എന്താണ്? True ആണ്. B ആണ് ഇതിന്റെ ആൻസർ. Next one, sulfur stinger spoilage. ഇത് ചോദിക്കലാണ്. Sulfur stinger spoilage കാരണം എന്താ? Desulfotumaculum ആണ് അല്ലേ? A type of sulfate reducing bacteria, Desulfotumaculum, can cause food spoilage in poorly processed canned foods. The presence can be identified by the release of hydrogen sulfide gas. With its rotten smell. Hydrogen sulfide അറിയാം, നമ്മൾ കെമിസ്ട്രി ലാബുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. Rotten smell ഉണ്ടാവുക. When can is first opened, they also cause sulfide stinger. Sulfide stinger എന്ന് ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ sulfur stinger spoilage caused by ഏതാ? Desulfotumaculum. Flat sour spoilage of acid foods is caused by Bacillus coagulans. അത് വേറെ ഒരു MCQ ഇമ്പോർട്ടന്റ് ആണ്. Flat sour spoilage നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. Flat sour spoilage of acid foods caused by Bacillus coagulans. 2 statement. Salt inhibits the heat resistance of bacteria. Phosphate ions are important in spore formation. The answer is true. B ആണ് ഇതിന്റെ ആൻസർ. Hi friends, welcome to Biology Tutor. ഇന്ന് നാം ഇവിടെ ഒരു പുതിയ സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസും ഉള്ളതുമായിട്ടുള്ള സെഷൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾസ്
ആരംഭിക്കുന്നത്. ഇന്ന് നാം മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനിങ്ങിനെ കുറിച്ചാണ്. Base plates in canning. Tin cans made of thin steel plate of low carbon content, lightly coated on either side with thin metal, a thickness about 0.25 mm are usually used in canning. അപ്പോൾ thickness 0.25 ഉള്ള ആണ് എന്തിന് യൂസ് ചെയ്യുക? കാനിങ്ങിന് യൂസ് ചെയ്യുക. ടിന്ന് കോട്ട് ചെയ്തിട്ടുള്ളത്. ടിൻ കോട്ടിംഗ് അതിന്റെ thickness 0.31 mm to 1.54 mm ആയിരിക്കും. Amount of tin used being only about 1.5%. ടിൻ എത്ര ഉപയോഗിക്കാൻ പാടുള്ളൂ? 1.5%. റോഷൻ തടയുന്നതിന് വേണ്ടിയാണ് ടിൻ യൂസ് ചെയ്യുന്നത്. അടുത്തതായി ബേസ് പ്ലേറ്റ്സിന്റെ ടൈപ്സ് അനുസരിച്ചിട്ട് കാൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ടൈപ്പ് എൽ. ടൈപ്പ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈ പ്യൂരിറ്റി സ്റ്റീൽ വിത്ത് ലോ മെറ്റലോയിഡ് ആൻഡ് റെസിഡ്യുവൽ കണ്ടന്റ്. ദിസ് കൈൻഡ് ഓഫ് ബേസ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈലി അസിഡിക് ഫുഡ്സ്. ഹൈ ആസിഡ് ഫുഡ്സിനാണ് ടൈപ്പ് എൽ ബേസ് യൂസ് ചെയ്യുക. ഓർമ്മ ഉണ്ടാവണം, മറക്കാൻ പാടില്ല, എക്സാമിന് തെറ്റിക്കാൻ പാടില്ല. MR. Type MR. It is a low metalloid steel with no severe restriction on residual content. It is used for moderate acid foods. അപ്പോൾ moderate acid foodsന് ഏത് പ്ലേറ്റാ യൂസ് ചെയ്യുക? ബേസ് പ്ലേറ്റ് ആയിട്ടുള്ള MR. Type MR. അത് ടൈപ്പ് MC. ടൈപ്പ് MC എവിടെ യൂസ് ചെയ്യും? It is similar to MR type but has high phosphorus content. Give mechanical strength or stiffness. It is usually used for low acid foods. For type MC ൽ എന്താ യൂസ് ചെയ്യുക? ഫോസ്ഫറസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ്? മെക്കാനിക്കൽ സ്ട്രെങ്തോ സ്റ്റിഫ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? അതിനാണ് ബേസ് പ്ലേറ്റ് ആയിട്ടുള്ള ടൈപ്പ് MC ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ് ഫോർ ലോ ആസിഡ് ഫുഡ്സ്. അപ്പൊ എന്താ? ലോ ആസിഡ് ഫുഡ്സിലാണ് എന്ത് ചെയ്യുക? MC പ്ലേറ്റ്സ് യൂസ് ചെയ്യുക. അപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർമ്മിക്കേണ്ട എന്താ? ടൈപ്പ് L plates are used for high acid foods. Type MR is used for moderate acid foods. Type MC is used for low acid foods. അത്രയും കാര്യങ്ങൾ ബേസ് പ്ലേറ്റ് ആയിട്ടാണ് എന്തിൽ കാനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. കാനിന്റെ ബേസ് പ്ലേറ്റ് ഇതിന്റെ ടൈപ്സ് ആണ് ടൈപ്പ് L, ടൈപ്പ് MR ആൻഡ് ടൈപ്പ് MC. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ലാക്വറിംഗ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ലാക്വറിംഗ്. അതിനോടനുബന്ധിച്ച് ഡൗട്ട്സ് ഒരുപാട് ക്വറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഇനാമൽ സി ഇനാമൽ, ആർ ഇനാമൽ, ഇതൊക്കെ വെച്ചിട്ട് ഡൗട്ട് ക്വറീസ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് വെച്ചിട്ടുള്ളത്. The process of coating inner side of the can to prevent discoloration of the product is called a lacquering. Lacquers include oleoresinous materials, synthetic resins, phenolic resins, epoxy resins and vinyl resins. മുമ്പത്തെ ക്ലാസ്സിൽ കാനിങ്ങിൽ ഇത് കൃത്യമായി ഡിസ്കസ് ചെയ്താണ്. എന്നാൽ ഡൗട്ട് വന്നത് കൊണ്ടാണ് MCQs ഉൾപ്പെടുത്തി ഇത് രണ്ടാമത് ചെറുതായിട്ടൊന്ന് ഞാൻ പറയുന്നത്. There are two types of lacquers പറഞ്ഞതാണ്. ആസിഡ് റെസിസ്റ്റന്റും സൾഫർ റെസിസ്റ്റന്റും. ആസിഡ് റെസിസ്റ്റന്റ് lacquers is ordinary gold colored enamel and cans treated with it are called AR enamel cans. അപ്പോ ഓർമ്മയിൽ ഉണ്ടാവേണ്ട എന്താ? ആസിഡ് റെസിസ്റ്റന്റ് കാൻസ് അല്ലെങ്കിൽ എന്താ? AR enamel cans എന്ന് നമ്മൾ പറയും. Acid resistance cans are used for packing of fruits of the acid group with soluble coloring matter such as raspberry, strawberry, red plum, colored grapes, tomato, sauerkraut, etc. ഈ കാര്യം അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും ഏതൊക്കെ? റാസ്ബെറി ഏതിലാ സ്റ്റോർ ചെയ്യുക? AR enamel cansലാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രോബെറി, റെഡ് പ്ലം, കളർഡ് ഗ്രേപ്സ്, ടൊമാറ്റോ, സോർക്രോട്ട്, ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഇനാമല യൂസ് ചെയ്യുക? കാനിലാണ് യൂസ് ചെയ്യുക. AR enamel cansലാണ് യൂസ് ചെയ്യുക. Also called sanitary or R enamel or fruit enamel. It prevents bleaching. Bleaching എന്ന കളർ റെഡ് കളേർഡ് ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക? അതിന്റെ ബ്ലീച്ചിങ് ഒഴിവാക്കും. കളറേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കളർ നഷ്ടപ്പെടാതിരിക്കാൻ, ആ കളർ അതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ കാൻസ് യൂസ് ചെയ്യുന്നത്. AR enamel cans എന്ന് പറയുമ്പോൾ എന്താണ്? ആസിഡ് റെസിസ്റ്റന്റ് കാൻസ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഈ സ്ലൈഡിൽ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. AR enamel cans, acid resistant cans, sanitary enamel cans, R enamel cans. ഇത്രയും എന്തിനാണ് പറയുന്നത്? ആസിഡ് റെസിസ്റ്റന്റ് കാൻസിനെയാണ് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ റെഡ്. അപ്പൊ റെഡ് കളേർഡ് ബ്ലീച്ചിങ്ങിനെ പ്രിവെന്റ് ചെയ്യും ഈ കാൻസ്. അതിനാണ് ഈ ആസിഡ് റെസിസ്റ്റന്റ് എനാമലിംഗ് കാൻസിൽ യൂസ് ചെയ്യാൻ കാരണം. Next, the sulfur resistant lacquer is also of golden color.
and the cans coated with are called C enamel cans or sulfur resistant cans. അപ്പോൾ സൾഫർ റെസിസ്റ്റന്റ് ക്യാൻസ് എന്താ വേറെ പേര് പറയാ സി എനാമൽ ക്യാൻസ് എന്ന് കൂടി. സി എന്ന് പറഞ്ഞ കോൺ, നോ ആസിഡ് കോളിഫ്ലവർ, സ്ട്രോങ് ഫ്ലേവർ ഇൻഡിക്കേറ്റ് സൾഫർ. രണ്ട് കാര്യം. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺ എന്നുള്ള രീതിയില, കോൺ അല്ലെങ്കിൽ എന്താണ് കോളിഫ്ലവർ. സൾഫർ റെസിസ്റ്റന്റ് ക്യാൻസ് ആർ യൂസ്ഡ് ഫോർ നോൺ ആസിഡ് പ്രൊഡക്ട്സ് ലൈക്ക് പീസ്. പണ്ട് കാലത്ത് കോളിഫ്ലവറും കോണൊക്കെ സ്റ്റോർ ചെയ്ത് അതുകൊണ്ട് സി എന്നുള്ള അതിനുള്ള നാമകരണം കിട്ടിയത്, പേര് കിട്ടിയത്. സൾഫർ റെസിസ്റ്റന്റ് ക്യാൻസ് ആർ യൂസ്ഡ് ഫോർ നോൺ ആസിഡ് പ്രൊഡക്ട്സ് ലൈക്ക് പീസ്, കോൺ, ബീൻസ്, ടർണിപ്പ്, ബ്രസൽസ്, സ്പ്രൗട്ട്സ്, ഹോമിനി, crab, shrimp, chicken and clams. ഇതൊക്കെ ഏതിലാ സ്റ്റോർ ചെയ്യുക? SR ക്യാൻസിലാണ് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ സി ഇനാമൽ ക്യാൻസിലാണ് സ്റ്റോർ ചെയ്യുക. This can should not be used for acid foods or fat meats. അതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ആസിഡ് പ്രൊഡക്ഷന് വേണമെങ്കിൽ ഫാറ്റ് മീറ്റിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? സൾഫർ റെസിസ്റ്റന്റ് ലാക്വർ ക്യാൻസ് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ SR ക്യാൻസ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് സി എനാമൽ ക്യാൻസ് യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് MCQ നമുക്ക് കിടക്കാം. Cans treated with acid resistant lacquer are coated with C enamel. C enamel ആണ് sulfur resistant enamel. AR enamel acid resistant enamel. SR enamel sulfur resistant enamel. None of these. Answer ഏതാ? acid resistant enamel. B ആണ് അതിന്റെ ആൻസർ. ബോക്സ് B ആണ് അതിന്റെ ആൻസർ. Next, cans used to preserve color of highly colored foods as berries, prunes, beets and prevent corrosion in pumpkin and squash. Sanitary or R enamel, C enamel, SR enamel, none of these. Sanitary or R enamel or acid resistant enamel, AR enamel or fruit enamel. അപ്പോൾ ആൻസർ എന്താ അതില്? ആൻസർ സാനിറ്ററി ഓർ ആർ ഇനാമൽ എന്നുള്ളതാണ്. Base plate used for highly acidic foods. MR type, MC type, L type, both A and B. ഏതാണ് ആൻസർ? L type C. Next, fourth question. Tomatoes are canned using dash cans. C enamel, AR enamel, sanitary enamel, both B and C. Answer both B and C. AR enamel തന്നെയാണ് sanitary enamel. എന്ത് പറയും? ഫ്രൂട്ട് എനാമൽ എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ്, AR enamel cans are used for acid rich foods, acid rich foods with soluble colors, acid-less fruits without soluble colors. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ആസിഡ് റെസിസ്റ്റന്റ് എനാമൽ ക്യാൻസ് യൂസ് ചെയ്യുമ്പോൾ ബ്ലീച്ചിങ് ഒഴിവാക്കാന്ന്. അപ്പൊ ഇതിൽ ആൻസർ ഏതാ വരാൻ ചാൻസ്? ബി ആണ് ഇതിന്റെ ആൻസർ. ആസിഡ് റിച്ച് ഫ്രൂട്ട്സ് വിത്ത് soluble colors. കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ അതാണ് ബി ആണ് അതിന്റെ ആൻസർ. താങ്ക് യു. If you like this channel, please share and subscribe. Don't forget to click the bell button to get notifications.